എന്ത് സുഖം. 7 നേരം തന്നെ ഉറക്കം. എല്ലാ പണി എന്നെ ഏൽപ്പിച്ചാ മതിയല്ലോ. ചേട്ടാ 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 തിരിച്ചെടുക്കണ ചേട്ടാ. ഓ ഇവിടെ 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 ഇങ്ങോട്ട് നോക്ക്. എന്തടി സമയം എത്ര ആയെന്നല്ലോ അറിയാമോ? അതിനാ നീ എന്നെ വിളിച്ചത്. എന്തെല്ലാം പണി കിടക്കണേ ചേട്ടാ. ഇഷ്ടം പോലെ സാധനം അടുക്കി പറക്കി വെക്കാൻ കിടക്കണ്. എണീറ്റ് വാ. ചിരിക്കണ ചേട്ടാ. ഇഷ്ടം പോലെ ജോലി എടുക്കണം എന്ന് പറയുമ്പോ ചേട്ടൻ എന്തോന്ന് കാണിക്കണേ? കുറച്ചേരം ഇവിടെ കിടക്ക. എന്തിന്? കാര്യം പറയട്ടെ, എന്തോന്നാണ്? അല്ല ഈ ഫ്രണ്ട്സ് ഒക്കെ ചോദിക്കണ് എന്തോന്ന്? കല്യാണം കഴിഞ്ഞിട്ട് കുറെ നാളായില്ലേ, ആയില്ലേ, പിള്ളേരൊക്കെ വേണ്ടേ? ഞാൻ സത്യം പറയട്ടെ, എന്റെ ഫ്രണ്ട്സും ചോദിച്ചേട്ടാ. ചോദിച്ചല്ലേ? കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളായില്ലേ, ഇതുവരെ നിന്റെ ഭർത്താവിന് ഒരു ജോലി ആയില്ലേന്ന്. ഇതുവരെ ഭർത്താവിന് ജോലിയൊന്നും ആയില്ലേന്ന്. നിന്റെ ഈ വൃത്തികെട്ട ഫ്രണ്ട്സ് ഉണ്ടല്ലോ ചിന്നു, അവരാണ് നിന്നെ നശിപ്പിക്കുന്നത്. അതന്നെ എനിക്കും പറയാനുള്ളത്. അതുകൊണ്ടാണ് ചേട്ടൻ രാവിലെ തന്നെ ഇങ്ങനത്തെ ദുർചിന്തയൊക്കെ തോന്നുന്നു. ദുർചിന്തകളാ? ഓ മനുഷ്യനെ രാവിലെ എണീപ്പിച്ച് ബാഡ് അടിക്കാനായിട്ട്. പിന്നെ വീട്ടു ജോലി ചെയ്യാൻ പറഞ്ഞാൽ ബാഡ് അടിപ്പിക്കില്ലല്ലേ? അപ്പൊ എനിക്കെന്ത് മാത്രം ബാഡ് അടിക്കണം? അപ്പം ചിരിക്കണം. എന്തോ ചേട്ടാ നീ ഒന്ന് പറഞ്ഞതാ. എന്തോന്ന്? കാര്യം പറയാട്ടാ. 5 കുട്ടികൾ കാണും. ഓ അത് ഞാൻ അപ്പ പറഞ്ഞത്. ഇപ്പൊ അങ്ങനെയല്ല. ആദ്യം ചേട്ടൻ ഒരു ഉത്തരവാദിത്തമുള്ള മനുഷ്യനായിട്ട് മാറും. ആ ഉത്തരവാദിത്തമുള്ള മനുഷ്യനായതാണ് ഞാൻ ഉത്തരം ഒരു വീടൊക്കെ വെച്ചത്. ഈ ഒരു വീട് വെച്ച എല്ലാം അങ്ങ് ആയ. കൊറേയൊക്കെ ആയി. വരുമാനം വേണ്ടേ? വരുമാനമല്ലേ ഇങ്ങോട്ട് വരണത്? ഇത് വന്നു തുടങ്ങിയില്ലല്ലോ. വന്നു തുടങ്ങുമല്ലോ. ആ സ്റ്റേബിളായിട്ട് കിട്ടുന്നെന്തോ ഉറപ്പ്? അപ്പൊ നീല് പറഞ്ഞു സ്റ്റേബിളായിട്ട് കിട്ടും. ചേട്ടാ ആദ്യം ഒരു ജോലിക്ക് കയറി വരുമാനം ഉണ്ടാക്ക ചേട്ടാ. ഇങ്ങനെ ഇഴഞ്ഞോണ്ടിരുന്ന അവസാനം കേറുമ്പോ അടുത്ത വർഷം റിട്ടയർ ആവും ചേട്ടൻ. ഇങ്ങോട്ട് നോക്ക് ചേട്ടാ, ഇങ്ങോട്ട് നോക്ക്. കുളിച്ചിട്ട് വന്നാൽ ചേട്ടൻ വൃത്തിയാവും. എണീറ്റ് പോ അങ്ങോട്ട്. ചിരിച്ചോണ്ടോ? രാവിലെ എണീക്കുമ്പോ അങ്ങനെ എണീറ്റൂടാ. അതൊക്കെ കൊടുക്കണ എന്തിന്? നടക്ക്. പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞ കാര്യം ചേട്ടാ ഞാൻ ചിടിച്ചു തരും കേട്ടോ. പോ. എന്തൊരു പൊടിയാണ് ഇത്. എന്റെ ദൈവമേ പിങ്കി, മനുഷ്യൻ നല്ല ജീവൻ പോയല്ലോടി. നിന്റെ മണ്ട അടിച്ചാൻ പൊട്ടിച്ചാനേ. ഇപ്പൊ ഇങ്ങനെ അവിടെ കീറി വിളിക്കുന്ന എന്തിന്? ഞാനെന്ന് വിചാരിക്കാൻ ഞാൻ ബാക്കിൽ നിന്ന് കെട്ടിപ്പിടിക്കുന്നത്. അമ്മേ, വീടൊക്കെ എങ്ങനെയുണ്ട്? നല്ല പൊടിയുണ്ട് വീട്ടിലൊക്കെ. പൊടിയുണ്ടോ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. നീ പൊടി അടിച്ചായിരുന്നോ? ഇല്ല, അമ്മ അടിച്ചു. ക്ലാസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ക്ലാസ് ഒക്കെ പൊളിയായിരുന്നു. നീ മുഖത്തൊരു കുരു വന്നാൽ ലീവ് എടുക്കുന്ന ആളാണ്. ഇവിടെ ഇത്രയും പണി എടുക്കുമ്പോ കൃത്യം ആ സമയത്ത് ക്ലാസ്സിൽ പോകണ്ടായ ചേതോ വികാരം എന്തായിരിക്കും? അത് അപ്പച്ചി, എനിക്ക് പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അതിന് നീ പ്രോജക്റ്റ് ചെയ്യണമെന്ന് ഞാൻ കണ്ടില്ലല്ലോ. പ്രോജക്റ്റ് ചെയ്തില്ല, പക്ഷെ എന്നാലും സബ്മിറ്റ് ചെയ്യണമല്ലോ. വല്ലാതെ കിടന്നങ്ങ് ഉരുളുണ്ട് കേട്ടാ നീ. അയ്യോ അപ്പച്ചി, ഞാൻ ഒരു കാര്യം പറയാൻ പറഞ്ഞേ. എനിക്ക് മനസ്സിലായി. ഒന്നും പറയണ്ട, എനിക്ക് കാര്യം മനസ്സിലായി. എടി നീ അകത്ത് എവിടെ പോണേ? എടി നീ എങ്ങോട്ട് പോണേ? കഴിക്കാൻ. എടി ഇവിടെ ഒന്നും ഇല്ല, ഇവിടെ വലയും പൊടിയും മാത്രമേ ഉള്ളൂ. എന്തോന്ന് അപ്പച്ചി ഇത്? നിങ്ങളുടെ വീട്ടിൽ വന്നാലും എനിക്കൊന്നും തിന്നാൻ തരുള്ളൂ, എന്റെ വീട്ടിൽ വന്നാലും എനിക്കൊന്നും തിന്നാൻ തരുള്ളൂ എന്ന് വെച്ചാ അതെന്തൊരു വർത്താനോടി പെങ്കി നീയാ പറയണത്? നിങ്ങളുടെ വീട് എന്റെ വീട് എന്നൊക്കെയാ. നാണം ഉണ്ടോ നിനക്ക്? എനിക്ക് അങ്ങനെ നാണമൊന്നുമില്ല. മോശമായി പോട്ടോ അപ്പച്ചി. വിശക്കണ്. എടി നീ പോയി കുളിച്ചിട്ട് വന്നിട്ട് നമുക്ക് കളിക്കാം. നീ പോയി കുളിച്ചിട്ട് വാ, എന്നിട്ട് കഴിക്കാം. എനിക്ക് കുളിക്കാൻ ശീലമൊന്നുമില്ല. എടി ഞാൻ ശീലം ഉണ്ടാക്കി എനിക്ക് 5 മിനിറ്റ് താ, എന്നാലും എനിക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. 5 മിനിറ്റ് മതി ഉണ്ടാക്കാൻ. നീ എന്ത് വിചാരിച്ചു ചിന്നുവിനെ പറ്റി? യു ആർ ഗ്രേറ്റ്. ഐ നോടാ. എന്തായാലും കനത്തിലുണ്ടാക്കി വെക്കാം. ഇതെന്തോന്ന്? ഓ, കൈയേറ്റം. കൊള്ളാം. എന്റെ സാധനങ്ങളൊക്കെ എവിടെ? ഇതൊക്കെ എന്തോന്ന്?
എന്താന്നടി ഓ അപ്പച്ചി എന്തിനാ കിടന്ന് വിളിക്കുന്നത്? ഇതാര് പൂട്ടിയ? അവളായിരിക്കും, ജിന്നു ആയിരിക്കും. അതെന്തിനാ എന്റെ സാധനങ്ങളൊക്കെ അതിനകത്തിരിക്കുന്നത്? ഏതാ സാധനം? എന്റെ ബുക്കും സാധനങ്ങളൊക്കെ ആ കരുത് മാറ്റി, ഇപ്പൊ നമ്മളാണ് ഇരിക്കുന്നത്. അത് എന്റെ അലമാരയാണ്. നിന്റെ അലമാരി? ഓ നിങ്ങൾ ആ ബാത്റൂമിൽ നിന്നാണ് കുളിച്ചത്? ഓ അതെന്റെ ബാത്റൂം. നിന്റെ ബാത്റൂം? നിനക്ക് എന്താ വയ്യേ? അതിനകത്ത് വേറെ ഒന്നും ഞാൻ കണ്ടില്ല. എനിക്കിഷ്ടല്ല എന്റെ ബാത്റൂമിൽ നിങ്ങൾ കുളിക്കണേ. നീ കുളിക്കണ്ട, വേറെ എവിടെ പോയി കുളി. എന്തിനാണ് ഇങ്ങനെ കിടന്ന് വിളിക്കുന്നത്? എനിക്കാണ് വല്ല പ്രാന്താന്തരാണെന്നാണ് തോന്നുന്നത്. കാല് വെച്ച് കിടന്ന് വിളിക്കുന്നു. പ്രശ്നം എന്തോന്ന്? എന്റെ സാധനങ്ങളൊക്കെ എവിടെ? സാധനങ്ങളാ? ഓ അത് അപ്പുറത്തെ മുറിയിലുണ്ട്. അപ്പുറത്തെ മുറിയില്ല? ആരടുത്ത് വെച്ചിട്ട് അപ്പുറത്തെ മുറിയിലോട്ട് എടുത്ത് മാറ്റിയേ? ആട് ചോദിക്കണം. എന്റെ അടുത്ത്. എന്താണ് നിന്റെ പ്രശ്നം എന്തോന്ന്? അപ്പച്ചി ഇത് എന്റെ ചേച്ചിയുടെ മുറിയാണ്. അതെനിക്ക് അറിഞ്ഞൂടെ? അനിപ്പ എന്ത്? നിങ്ങൾ എന്തിന് ഇവിടെ കയറി കിടക്കണേ? എന്ത് വർത്താനോടി പിങ്കി നീ പറയണത്? എന്റെ മുറിയില്ല, അപ്പൊ എനിക്കല്ല ഇവിടെ കിടക്കണ്ടേ? എനിക്കിഷ്ടല്ല എന്റെ മുറിയിൽ നിങ്ങൾ കിടക്കണത്. പിങ്കി നീ സൂക്ഷിച്ച് സംസാരിക്കേ. അപ്പച്ചി ഈ ബാഗ് സാധനങ്ങളൊക്കെ എടുത്ത് ഇറങ്ങും. എനിക്ക് സൗകര്യമില്ല. അത് സൗകര്യമില്ല, നീ താഴത്തെ റൂമിൽ പോ. ചെല്ല്. എനിക്ക് പറ്റൂല. പിങ്കി നീ എന്നെ വാങ്ങിക്കുവേ. ചുമ്മാ അഹങ്കാരം കാണിക്കാതെ ചെല്ല്, കൊണ്ടുപോയി വെക്ക്. ഇത് കഷ്ടം നോക്കിക്കോണേ. തല വെട്ടി തിരിക്കണ പെണ്ണിന്റെ കാര്യം. ഈ റൂം എന്താ ഇങ്ങനെ കിടക്കണേ? എന്തോന്ന് കഷ്ടം ഇത്. ഇതെന്തോന്ന് എന്റെ തുണിയിലൂടെ? ഇതൊക്കെ എന്താണ്? ഇതെന്തോന്ന് എന്റെ മേക്കപ്പ് സാധനത്തിലൂടെ? കരിയില്ല എന്റെ മേക്കപ്പ് സാധനത്തിലൂടെ ഇതൊക്കെ വെക്കണം. നിനക്കെന്താ തടങ്ങി സുഖല്ലേ? പിന്നെ നിനക്ക് കണ്ണുകൊണ്ടുകൂടാണ് ഞാൻ കരി പറഞ്ഞത്. കണ്ണ് കണ്ടുകൂടാണ്. ഞാൻ കണ്ടില്ല. നീ കരിയാതെ എന്റെ ദേഹത്തോടെ വരികത്തി എവിടെ? കരിവേലും കൂടെ എന്റെ മേക്കപ്പ് സാധനത്തിന്റെ കൂടെയാണ് വെക്കണേ. ഞാൻ ഒരു സ്ഥലം ഒതുക്കിയല്ലേ വെച്ചിരുന്നത്. ഇതാ ഒതുക്കി വെക്കണേ. പിന്നെ എന്താ അപ്പു ഈ സ്പാനറൊക്കെ കൊണ്ട് എന്റെ അലമാരല്ല കൊണ്ട് വെക്കണേ? അയ്യോ എന്റെ സ്പാനറിനെ എടുത്തിട്ട് എറിഞ്ഞിരിക്കുന്ന അടിത്തറയല്ലേ? ഓ എറിഞ്ഞ് നിന്നെ ഞാൻ കാണിച്ചതാടി. എന്തോന്ന് കോല അപ്പു ഇത്? എന്തോന്ന് അപ്പു ഇത്? വർഷപ്പാ നിനക്ക് എന്തെന്താ കുഴപ്പം? എന്തെന്താ കുഴപ്പം നിനക്ക്? ഞാൻ ഒന്നും പറയല്ല, നിങ്ങൾ എന്താന്ന് വെച്ചാ കാണും. ഇപ്പൊ ഈ പെണ്ണിന് ഭ്രാന്തി തന്നെ. എനിക്ക് ഭ്രാന്തി തന്നെ. നീ എന്തിനു കാണിക്കുന്നത് ഇവിടെ? ഇറങ്ങി പോ വെളിയിൽ. ആ ഞാൻ പോണു. ഏയ് എവിടെ പോണേ? വേണ്ട സാധനം നുള്ളി പറക്കി വെച്ചിട്ട് പോയാ മതി. എനിക്കൊന്നും പറ്റൂല. അപ്പൊ എന്നെ അങ്ങോട്ട് എടുത്ത് വെച്ചാൽ മതിയല്ല. അയ്യോ ഇത് മുഴുത്ത ഭ്രാന്തിയൻ. എന്ത് ചെയ്യും? അയ്യോ ഇതെല്ലാം കൂടെ പറക്കി എത്ര തുടച്ചിട്ടും കരിയായാലും പോണില്ലല്ലേ? എന്തോ ഇതൊന്നും അത്ര ശരിയല്ല. എന്തിനു വെക്കണേ? ആ പിങ്കി പെണ്ണെടുത്ത് ദേഹത്തൂടെ കരിയോല ഒഴിച്ചെന്ന് അത്ര ശരിയായില്ല. അവള് കരിയായാലും പുറത്ത് കടന്ന സമയത്ത് ഞാൻ വന്ന് കയറി. അങ്ങനെ പറ്റിയതല്ലേ? ഇവിടെ വന്ന തീരുമാനം തെറ്റായി പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. നീ ഓരോന്ന് ആവശ്യമില്ലാതെ ചിന്തിച്ച് കൂട്ടി ചിന്നുവിനെ വിഷമിപ്പിക്കല്ലേ. ചിന്നുവിന്റെ വിഷമമൊന്നുമല്ല ഞാൻ ഇവിടെ പറയണത്. പിങ്കിയുടെ ഇഷ്ടക്കേടാണ് ഞാൻ പറയണത്. അവക്ക് ഇവിടെ പിടിച്ചില്ലെന്നാണ് തോന്നുന്നത്. അവള് കൊച്ചു കുട്ടിയല്ലേ? അവള് പറഞ്ഞൊക്കെ നമ്മളങ്ങ് ചോദിച്ചങ്ങ് പോയാൽ മതി. അവളെന്തിനേ? അവള് സ്പാനറൊക്കെ എടുത്ത് എറിഞ്ഞെന്തിന്? അവളെ തുണിയുടെ കൂട്ടത്തിൽ എന്റെ സ്പാനറിനെ കൊണ്ടുവച്ചാ ആരെല്ലാം എടുത്ത് മാറ്റി വയ്ക്കൂലേ? അങ്ങനെ ചെയ്തതാണ്. നോക്ക് അവക്കാണെങ്കിലേ അവളെ അമ്മൂമ്മയുടെ സ്വഭാവമാണ്. മനസ്സിനകത്ത് ഒന്നും ഇരിക്കൂല. ഉള്ളതൊക്കെ തുറന്നങ്ങ് പറയും. അപ്പൂപ്പന്റെ സ്വഭാവം എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. നിനക്ക് ചെറിയ കാര്യം മതിയില്ലേ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ. ഇവിടെ ശരിയാവും തോന്നുന്നില്ല. എനിക്കും തോന്നി മക്കളെ ഇവിടെ ശരിയാവൂലെന്ന് തന്നെ അല്ലേ? ഓ ആദ്യമായിട്ട് അച്ഛൻ ഞാൻ പറഞ്ഞൊരു കാര്യം സമ്മതിച്ചല്ലേ, വലിയ സന്തോഷമുണ്ട് കേട്ടോ. എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മാറി പോണം. എവിടെ? വെട്ടി കിടക്കരുതോണ്ട് നമ്മളെ വീട്ടിൽ പോവാന്ന്. ഏയ് ഞാൻ ഈ വീട് വേണ്ട കാര്യമല്ല പറഞ്ഞത്, ഭർത്താവിന്റെ കാര്യമാണ് പറഞ്ഞത്. പൊട്ടായി പൊട്ടൻ ചിരിക്കണ. ആർക്കും എന്തിനു ദേഷ്യം വന്നാലും എന്റെ സ്പാനറിന്റെ ഭർത്താവല്ലേ കാരണത്.
പിങ്കു പിങ്കു എന്ത്? എന്തോന്ന് ഇങ്ങനെ വന്നിരിക്കണേ? എനിക്കൊന്നുമില്ല. ഒന്നുമില്ല. ഒന്നുമില്ലാണ്ടാണ് നിന്റെ മുഖമൊക്കെ ഇങ്ങനെ ഇരിക്കണേ. അപ്പച്ചി എനിക്ക് എന്റെ റൂം തിരിച്ചു വേണം. എടി അത് നിന്റെ റൂം ആര് കൊണ്ടുപോയെന്നാണ്? അത് അവിടെ തന്നെയല്ലേ ഉള്ളത്. അപ്പച്ചി തുമ്പ തമാശക്കല്ലേ? എടി എന്തുവാടി നീ ഇങ്ങനെ പറയാനാണ്? ദേവിയേട്ടൻ വിളിച്ചിട്ടല്ലേ നമ്മൾ ആ വീടൊക്കെ വാടക കൊടുത്തിലൂടെ വന്ന് താമസിക്കുന്നത്. നീ ഇങ്ങനെയൊക്കെ പറയുമ്പോ അവർക്ക് ഒരുമാതിരി വലിഞ്ഞേറി വന്നോലെ തോന്നൂലേ? ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. നീ അങ്ങനെയൊന്നും പറയണ്ട. പക്ഷെ നീ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോ അവർക്ക് അങ്ങനെയല്ലേ ഫീൽ ചെയ്യത്തുള്ളൂ. അങ്ങനെയൊക്കെ ഫീൽ ചെയ്യോ? ചേട്ടന് ഫീൽ അടിച്ചെന്ന് തോന്നുന്നു. ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല അപ്പച്ചി. എനിക്ക് എന്റെ റൂം വേണം, അത്രേ ഉള്ളൂ. അപ്പൊ നിനക്ക് എന്റെ റൂം മാത്രം മതിയല്ലോ? വേറെ ഒന്നും വേണ്ടല്ലോ? വേണ്ട. അപ്പൊ ഇതും വേണ്ടല്ലോ? ഇതെവിടെ കിട്ടി? നീ എവിടെ നിന്ന് വെച്ചാ അവിടെ നിന്ന് കിട്ടി? അപ്പച്ചി അത് എന്റെ ആണെങ്കിൽ അപ്പച്ചി. അതെനിക്ക് മനസ്സിലായി, അതാണല്ലോ ഞാൻ എടുത്തത്. അപ്പച്ചി അത് എന്റെ സാധനം താ. അതല്ലേ ഞാൻ എടുത്തേന്ന്. എന്തോന്ന് എടുക്കണ എന്തിനാ? വായിക്കാൻ. അതെന്റെ പേഴ്സണൽ സാധനമാണ്. പിന്നെ ഈ വീട്ടിൽ അങ്ങനെ പേഴ്സൺ എന്ന് പറയാനൊന്നുമില്ല. അപ്പച്ചി അപ്പച്ചി നീ എന്താണ് ഇതിന്റെ അകത്ത് എഴുതി വെച്ചേക്കണേ? മുട്ടേന്ന് വിരിഞ്ഞിട്ടില്ലോ, നിനക്ക് എന്താണ് പേഴ്സണൽ ആയിട്ട് എഴുതാനുള്ളത്? അതൊക്കെ ഉണ്ടാവും. ആ അതന്നെ, എനിക്ക് അങ്ങനെ നീ പറയുന്നതോടെ എനിക്ക് ആകാംക്ഷ കൂടി കൂടി വരാണ്. ഇനി ഞാൻ വായിച്ചിട്ടേ തരുള്ളൂ. വെറുതെ പിടിക്കല്ലേ, ഞാൻ പോണം. അപ്പച്ചി അപ്പച്ചി അത് എന്റെ സാധനമാണ് അപ്പച്ചി. കഷ്ടം അപ്പച്ചി. എവിടെയാണോ? എന്തിനാ പിങ്കി? എന്തിവിടെ? ഒന്നുമില്ല. നിനക്ക് എന്റെ റൂം വല്ലാതെ മിസ് ചെയ്യണം? അങ്ങനെയൊന്നുമില്ല. പിന്നെ ഒരു കാര്യം ചേട്ടാ, നിങ്ങൾ ബാഗ് എടുത്ത് താഴെ പോട്ടാ. പിന്നെ അയ്യോ അതിന്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ നിങ്ങൾ ഇവിടെ തന്നെ കിടന്നാൽ മതി. നിനക്ക് ഇത്ര മനോവിഷമാണെങ്കിൽ പിന്നെ അങ്ങനെയൊന്നുമില്ല അപ്പച്ചി. ഈ റൂമാണ് ഉള്ളതിൽ ഏറ്റവും നല്ല റൂം. അപ്പൊ നിങ്ങൾ ഇതിനകത്ത് തന്നെ കിടന്നാൽ മതി. നല്ല ബെഡാണ്, നല്ല കർട്ടൻ, പിന്നെ ബാത്റൂം ഒക്കെ സൂപ്പറാണ്. ഇവിടെ തന്നെ കിടന്നാൽ മതി. പക്ഷെ നീ ഇങ്ങനൊന്നും അല്ലല്ലോ നേരത്തെ പറഞ്ഞു. അങ്ങനെയൊന്നും അല്ല. പക്ഷെ എന്നാലും നിങ്ങൾ ഇവിടെ തന്നെ കിടക്കണം. ഇവിടെ തന്നെ കിടന്നാൽ മതി. കാര്യം എന്താ പറ? അതെ അപ്പച്ചി, ഞാൻ നേരത്തെ അങ്ങനെയൊക്കെ സംസാരിച്ചില്ലേ? മുടിയെന്ന് വിടും. സോറി, ഞാൻ നേരത്തെ അങ്ങനെയൊക്കെ സംസാരിച്ചില്ലേ? വിഷമമായോ? എനിക്ക് കുറച്ച് വിഷമമായി, പക്ഷെ രാമേണ്ണ നല്ല ഫീൽ ചെയ്തു. അയ്യോ, അത് രാമങ്ങളുടെ അടുത്ത് ഞാൻ പോയി സംസാരിച്ചോളാം, കുഴപ്പമില്ല. അപ്പച്ചി വിഷമിക്കാതിരുന്നാൽ. എടി ഇങ്ങനെ ഒരു പിങ്കി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടാ. ആണ്? നിനക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അറിയാമോ? ഞാൻ സത്യത്തിൽ പാവമാണ്. പിന്നെ അപ്പച്ചി, അതെ നേരത്തെ ഉണ്ടല്ലോ ഒരു ഡയറി എടുത്തോണ്ട് വന്നില്ലേ? അതെവിടെ? തോന്നി. നിന്റെ ആ തേച്ചുള്ള മെഴുകല് കണ്ടപ്പോഴേ എനിക്ക് തോന്നി. എണീക്ക്. അല്ല നീ എണീക്ക് പിങ്കി. അപ്പച്ചി ഡയറി എണീക്ക്. അപ്പച്ചി എണീക്ക് പിങ്കി. എന്തോ അപ്പച്ചി എണീക്ക്. എണീച്ചു. ഇങ്ങോട്ട് മാറ്. വലിയ സംഭവം തരുന്നില്ല. ഇത് തരുന്നില്ലാന്ന്. എന്തോന്ന് അപ്പച്ചി അപ്പച്ചി. എന്തോന്ന് പിങ്കി തരുന്നില്ല? എനിക്ക് അപ്പച്ചി, ഇത് എന്റെ ഡയറി അല്ലേ? എടി ഇത് എന്റെ കയ്യിൽ ഇരിക്കുന്നോണ്ട് നിനക്ക് എന്തൊന്നാണ് ഇത്ര പ്രശ്നം? അത് അപ്പച്ചിയുടെ കയ്യിരുന്നാ ശരിയാവൂല. അത് അപ്പച്ചിയുടെ കയ്യിരുന്ന അപ്പച്ചി വായിക്കും. അത് ഞാൻ വായിച്ചു തുടങ്ങിയല്ലോ. വായിച്ചു തുടങ്ങിയ? ഓ, എത്ര വായിച്ച്? കുറച്ച് വായിച്ച്. ഇത്രയും വായിച്ച? ഇത്രയും പേജ്? അതപ്പച്ചി, ഇനി അത് വായിക്കുമ്പോണ്ടല്ലോ ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ വായിക്കണോ. ഇനി ഇതിപ്പോ വായിക്കുമ്പോ എന്തോന്നാണ് ഇങ്ങനെ കിടന്ന് പരക്കാൻ പറയണത്? അതിനകത്ത് എന്തോന്നാണ് എനിക്കവിടെ എഴുതി വെച്ചേക്കണത്?
അങ്കിൾ അങ്കിൾ എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? ഓ ഞാൻ ഇരിക്കില്ല, ഞാൻ പോണു. എവിടെ? നമ്മളെല്ലാരും കൂടെ പോണു. അയ്യോ, നിങ്ങൾ എങ്ങോട്ടാ ടൂർ പോണേ? ടൂറിന്റെ നമ്മളിവിടെ വന്നത് നിനക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. എന്തോന്ന് അങ്കിള്, ഞാൻ മനസ്സാ വാച കർമ്മണ അറിയാത്ത കാര്യങ്ങളൊന്നും ഇങ്ങനെ പറയില്ലേ അങ്കിള്? ഞാൻ പറയോടി, ഞാൻ പറയും. അമ്മാതിരി ഷോ ആണ് നീ ഇവിടെ കാണിച്ചോണ്ടിരുന്നത്. ഞാൻ എന്തോ കാണിച്ചു? അപ്പോഴേ പറഞ്ഞാണ് ഇവിടെ വരണ്ടായിരുന്നു, എന്റെ വീട്ടിൽ നിന്നാ മതി. ഇത് നിങ്ങളുടെ വീടല്ലേ? അല്ല, ഇത് നിന്റെ അച്ഛന്റെ വീട്, ദിവ്യണ്ണന്റെ. എന്തോന്ന് അങ്കിളെ, അതൊക്കെ വീട്, നമുക്ക് എല്ലാവരും കൂടെ ഇവിടെ നിൽക്കാം. എന്തോന്നു? നമുക്ക് എല്ലാവരും കൂടെ സന്തോഷമായിട്ട് അടിച്ചു നീ പൊളിക്കാം. ഒറ്റയ്ക്ക് അങ്ങ് നിന്ന് അടിച്ചു പൊളിച്ചാൽ നമ്മളില്ല. ഞാൻ ചിന്നൂരത് പറയാണ് കംപ്ലീറ്റ് സാധനങ്ങൾ എടുത്ത് വെക്കാനായിട്ട്. ആ പോണു. അങ്കിളെ എന്നെ കൊണ്ട് വെറുതെ ദേഷ്യം പിടിപ്പിക്കില്ല കേട്ടല്ല. നിനക്ക് ദേഷ്യം വന്ന് ഞാൻ പേടിച്ചു, എന്റെ മുട്ടിങ്ങനെ ഇടി. മണിക്കൂർ മാമിന്റെ സ്വഭാവം എടുക്കേണ്ടി വരും ഇവിടെ. എന്തിനാണ് മണിപ്പുട്ട മാമന് വേറൊരു സ്വഭാവം? കാക്കട്ട് കളരി. ഇതാ കളരി. ഓ കളരി ഇതല്ലേ കാണിച്ചു തരാം വേണമെങ്കിൽ. എന്തോ കാണിക്കുന്നത്? ഇതല്ലേ കളരി? ഇതാ കളരി. നിന്റെ കളരി നീ ഇങ്ങനെ പാമ്പിനെ പോലെ തോഴണ. പിന്നെ നിങ്ങൾ പിന്നെ മറ്റേ പഴുതാരെ കണക്ക് നീ ഉണ്ടാക്കി കഴിഞ്ഞു. എന്തോന്നു? എല്ലാം കഴിഞ്ഞു. എന്തോന്നു കഴിഞ്ഞു? സോൾവ് കഴിഞ്ഞു. ഇല്ല, അത് അത് സോൾവ് ഒന്നും ആയില്ല. അത് സോൾവ് ആവും. അവിടെ അടുപ്പത് സോ ഹാപ്പി. നമുക്ക് എല്ലാവരും താമസിക്കാം ഇവിടെ. ഓക്കേ ചേട്ടാ, ഓ പിങ്കി ഉണ്ടോ അടുത്ത്? ഓ എങ്കിൽ രണ്ടുപേരും കൂടെ ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കോ, എനിക്ക് വേണ്ട. നിനക്ക് ഫുഡ് വേണ്ടേ? വിശപ്പ് പോയോന്നൊരു സംശയം. നിനക്ക് വാടി കൊണ്ട് ഇങ്ങനെ വിശപ്പൊക്കെ വരണം. മടി എന്ത് ഇരിയാൻ കണ്ട്. അതെ, എനിക്ക് വേണ്ടായിരുന്നു. ഓ നിനക്ക് വേണ്ടേ? വേണ്ട. എങ്കിൽ ഇടിവെട്ടി വടവേ. ഇനി വേണ്ട, നിങ്ങൾ കഴിച്ചു. എനിക്ക് വിശക്കുന്നില്ല. വിശക്കുന്നില്ല? ഇല്ല, എനിക്ക് വിശക്കണ്ട. കുറെ നേരം കേട്ടോ കട്ട ഷോ. പോട്ട് പോട്ട്. ആ മന്തി ബിരിയാണിയും അല്ലാത്ത ബിരിയാണിയും ഒക്കെ നമുക്ക് തന്നെ തന്നെ പോട്ടെ. എന്ത് പറഞ്ഞേ? ഒന്നും പറഞ്ഞില്ലടി. അതെ, ഞാൻ കഴിക്കാത്തോണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വിഷമം ഉണ്ടല്ലേ? ഒരു വിഷമമില്ല. എവിടെ അങ്ങളുടെ കണ്ണ് നോക്കട്ടെ. അയ്യോ, നല്ല വിഷമം ഉണ്ട് കേട്ടോ, കണ്ണൊക്കെ നിറഞ്ഞിരിക്കണം. എനിക്കൊരു വിഷമവും ഇല്ല. എടി പിങ്കി, ഞാൻ ഒരു കാര്യം പറയട്ടെ. നീ ഇത് കഴിച്ചില്ലെന്ന് പറഞ്ഞ ഇവിടെ ആർക്കും വിഷമമൊന്നുമില്ല. നീ വേണമെങ്കിൽ എഴുന്നേറ്റ് വെക്കും. ചേട്ടാ, ലഡ്ഡു മാത്രമേ ഉള്ളൂ, ജിലേബി ഇല്ലേ? ജിലേബി ഉണ്ടായിരുന്നു. ആ ഇതായിരിക്കും. തുറടി. ജിലേബി കൊള്ളാം. എടി എടി, എനിക്കിപ്പോ വേണ്ട, ഞാൻ ഇതൊക്കെ കഴിച്ചിട്ട് കഴിക്കും. നീ ഇങ്ങോട്ട് എടുത്താണ് പ്ലേറ്റോട് എടുത്ത്. നിനക്കല്ലേ ഒരെണ്ണം എടുത്ത് തിന്നോ. വലിയ മുഴുത്തം പീസില്ലേ? അല്ലെ വെല്ലി. എടി, നീ അടങ്ങിയ? നിന്റെ പ്രശ്നമൊക്കെ തീർന്നു. ഭയങ്കര പരക്കം പാച്ചിലായിരുന്നല്ലോ. അങ്ങനെയൊന്നുമില്ല ചേട്ടാ. ഇവിടെ ഇത്രയും നേരം കിടന്ന് ചാടിക്കൊണ്ടിരുന്ന എന്തിനെന്നറിയാമോ? ഇവളുടെ ബെഡ്റൂമിൽ നിന്ന് പിങ്കി ദ ഗ്രേറ്റ് എന്ന് പറഞ്ഞ് പിങ്കീത എന്തോന്നൊക്കെ പറയണേ അപ്പച്ചി. തിന്നെല്ലാരും കേക്ക് ചേട്ടാ, ഒരു പേഴ്സണൽ ഡയറി എനിക്ക് കിട്ടി. അത് നമ്മൾ ആരെങ്കിലും എടുത്ത് വായിക്കുമോന്ന് പേടിച്ചാണ് കിടന്ന് തുള്ളിക്കൊണ്ടിരിക്കുന്നത്. ഡേ ഇവിടെ നോക്ക്. നീ നിന്റെ റൂം എന്നൊക്കെ പറഞ്ഞ കുറച്ച് ഷോ ഇറക്കിയല്ലോ രാവിലെ, വെറും ഷോ. അത് നിനക്കൊരു പണി തരാൻ വേണ്ടിട്ടാണ് ഞാൻ ആ ഡയറി എടുത്തത് കേട്ടാ. കളിക്കണ്ട, നമ്മൾ ആരും വായിച്ചൊന്നുമില്ല നിന്റെ പിങ്കി ദ ഗ്രേറ്റ്. നമുക്ക് തന്നെയല്ലേ ഡയറി. എന്നാ ലെഗ് പീസ് കൂടെ എടുക്ക്. ഇത്രക്ക് ആവശ്യം കാണിക്കാൻ അതിനകത്ത് എന്തോ ഇത്ര ഉള്ള ഡയറിക്കകത്ത്? ഡയറിക്കകത്ത് എന്തോന്ന് നീ ഇത്രയും വെച്ചിരിക്കണം?